ഈ വയസ്സായ പ്രായത്തിൽ സുഖമില്ലാതെ ഞാൻ ഈ സിനിമ കാണാൻ വന്നു. നഷ്ടമേ ഇല്ല. മക്കൾ അറിയാതെ ഞങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞു ഒന്ന് രണ്ടുപേരും കൊണ്ട് പിള്ളേരിപ്പോൾ കാണാതിരിക്കും. ചുമ്മാ കുറേ കണ്ട് തലവേദന. TV തുറന്നാലും കാണാൻ പറ്റില്ല, തിയേറ്ററിലും വേണ്ട. ഇത് ഒന്നും കൂടി ഇഷ്ടംപോലെ കാണാൻ തോന്നുന്നു. എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരും. ഇത്രയും പ്രായമുള്ള ഞാനൊക്കെ അത് പറയണമെങ്കിൽ കുറേ സിനിമ കണ്ട് നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുന്നു. അത്ര അടിപൊളി സിനിമ. വെള്ളം കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു കിഡ്നി പേഷ്യൻ്റാണ്. വെള്ളം കൊണ്ടുവന്നിട്ട് കുടിച്ചിട്ടില്ല, കുടിക്കാൻ സമയം കിട്ടിയില്ല, അത് കുടിക്കാൻ തോന്നിയില്ല. കിടില സിനിമ. മോഹൻലാലിൻ്റെ അടിയൊക്കെ വിഷയം. ലൂസിഫർ 2 ഉണ്ട്, പിന്നെ തുടരും കണ്ടു. കരഞ്ഞു, ശരിക്കും കരഞ്ഞു. ഇതേപോലെ ജീവിതത്തിൽ പടം ഇതുവരെ കണ്ടിട്ട് നല്ല സിനിമ. നല്ല പടം. ഞാൻ ഇതുവരെ തിയേറ്ററിൽ വരാത്ത ആളാണ്. ഇന്ന് ആദ്യമായിട്ടാണ്, ഇന്നല്ല രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമയാണ് തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്. എനിക്കിഷ്ടപ്പെട്ട് കൊച്ചു പേടിച്ച് എനിക്ക് കൂട്ടിന് വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇനി എന്നോട് സിനിമ കാണാൻ വരത്തില്ലെന്നാണ്. കൊള്ളാം, നല്ല ഒന്നും പറയാനില്ല. സൂപ്പർ. ഫസ്റ്റ് ടൈം നന്നായിട്ടുണ്ട്. സ്വന്തം ജീവിതം പോലെ ഇപ്പം നടക്കുന്ന സംഭവം തന്നെയാണ്. കണ്ണു നിറച്ച് കരയുകയും ചെയ്തു. നല്ലത്. എനിക്കിഷ്ടപ്പെട്ട് കൊച്ചു പേടിച്ച് നല്ല സിനിമ. അല്ല, മോള് സാധാരണ എൻ്റർടൈനിങ് സിനിമ മാത്രമേ ഇഷ്ടമുള്ളൂ. ആ പ്രശ്നമാണ്. അല്ലാതെ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ട് എനിക്ക് കൂട്ടിന് വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇനി എന്നോട് സിനിമ കാണാൻ വരത്തില്ലെന്നാണ്. കൊള്ളാം മോനെ, നന്നായിരിക്കണം. നല്ല സിനിമ, നല്ല കാണാൻ നല്ലതന്നെ, നല്ല സിനിമ. കൊള്ളാം. സൂപ്പർ പടം. നന്നായിരിക്കുന്നു. സൂപ്പറായിരിക്കുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. സൂപ്പർ സിനിമ. എൻ്റെ കണ്ണ് നിറഞ്ഞു. സൂപ്പറാ. ഞാൻ ഇതുവരെ തിയേറ്ററിൽ വരാത്ത ആളാണ്. ഇന്ന് ആദ്യമായിട്ടാണ്, ഇന്നല്ല രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമയാണ് തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്. നല്ല പടം. സൂപ്പറാ. സൂപ്പർ പടം. സൂപ്പർ. മോഹൻലാൽ നല്ല അഭിനയം. എല്ലാവരും കൊള്ളാം. നല്ല അഭിനയം, നല്ല പടം. അടിപൊളി. എന്നാലും ഭയങ്കര സങ്കടമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. പിന്നെ കരഞ്ഞു. കൊള്ളാക്കളെ. അടിപൊളി. മോഹൻലാലേ അടിപൊളി. കരഞ്ഞേക്കളെ. കൊള്ളാം. നല്ല പടം. നല്ല സിനിമ, അടിപൊളി. വിഷമം തോന്നൊക്കെ ശരിക്കും കരഞ്ഞു. മോഹൻലാല് അടിപൊളി. കരഞ്ഞു, ശരിക്കും കരഞ്ഞു. ഇതേപോലെ ജീവിതത്തിൽ പടം ഇതുവരെ കണ്ടിട്ട് നല്ല സിനിമ. അടിപൊളി സിനിമ. കൊള്ളാം, ഇഷ്ടം. ലാസ്റ്റ് സിനിമ വരുമ്പോൾ സങ്കടം വരും. നല്ല കഥയാണ്. കൊള്ളാം. സൂപ്പർ. വന്നത് ലാലേട്ടൻ്റെ ഫാനായിട്ടാണ് വന്നത്. കൊള്ളാം. നല്ല സിനിമ. ലാലേട്ടൻ നല്ല അഭിനയം. നല്ല പടം, നല്ല സിനിമയായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു, കരഞ്ഞു. ഇത് നടക്കുന്ന സംഭവങ്ങളാണ്. എന്നാ സൂപ്പർ, നല്ല അഭിനയമായിരുന്നു. നല്ല കൊള്ളായിരുന്നു. എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു സിനിമ. നല്ല കഥയും എല്ലാം ഉള്ള സിനിമയാണ്. ഇഷ്ടപ്പെട്ടു. അതിലെ പാട്ടുകളും കൊള്ളായിരുന്നു. ഫസ്റ്റ് ടൈമാണ്. മോഹൻലാലിൻ്റെ അഭിനയം കൊള്ളായിരുന്നു. എനിക്ക് പൊതുവെ ഈ അടി സിനിമ അതുകൊണ്ടുള്ള കുഴപ്പമില്ല. അഭിനയം കൊള്ളാം, അത്രയും. അങ്ങനെയില്ല, കാണുമ്പോൾ നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത്രയും പഴയ സിനിമയുടെ കുഴപ്പമില്ല, നല്ലോണം എടുത്തിട്ടുണ്ട് സിനിമ. അത്രയും നല്ലതായിരുന്നു. ഇല്ല, കരഞ്ഞൊന്നുമില്ല, പക്ഷെ നല്ല മൂവിയായിരുന്നു. അതെ, ഇപ്പോൾ ഉള്ള ഈ സൊസൈറ്റിയിലുള്ള കാര്യം തന്നെ അതിൽ പറഞ്ഞു. നല്ല മൂവിയായിരുന്നു, അടിപൊളി. എനിക്ക് ശോഭന മാഡത്തിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. ഉള്ള മോഹൻലാലിൻ്റെ നല്ല അഭിനയം, ശോഭനയുടെ നല്ല അഭിനയം. കുറേ നാളിന് ശേഷം നല്ലൊരു സിനിമ കാണാൻ പറ്റി. ഈ വയസ്സായ പ്രായത്തിൽ സുഖമില്ലാതെ ഞാൻ ഈ സിനിമ കാണാൻ വന്നു. നഷ്ടമേ ഇല്ല. ഇത്രയും വർഷമായി മോഹൻലാൽ. ഇത്രയും നല്ല സിനിമ. ഇപ്പോഴാണ് നല്ലൊരു കഥ കിട്ടിയത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാണാൻ, ഞങ്ങളെ പോലുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റണം. ഇത് ഒന്നും കൂടെ കാണാൻ തോന്നുന്നു. അത്ര നല്ല സിനിമ. മക്കൾ അറിയാതെ ഞങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞു ഒന്ന് രണ്ടുപേരും കൊണ്ട് പിള്ളേരിപ്പോൾ കാണാതിരിക്കും. ദൃശ്യം കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ. നല്ല സൂപ്പറാണ്. ഒന്നുകൂടെ കാണണമെന്നുണ്ട്, പക്ഷേ വേണ്ട, ഇനി TV-യിലൊക്കെ കാണാമല്ലോ. മോഹൻലാലിൻ്റെ സിനിമ ഇതാണ്. സിനിമ അഭിനയിക്കാൻ അറിയാം, നല്ല സംവിധായകൻ, അതുകൊണ്ടാണ് അഭിനയിച്ചത്. ചുമ്മാ കുറേ കണ്ട് തലവേദന. TV തുറന്നാലും കാണാൻ പറ്റില്ല, തിയേറ്ററിലും വേണ്ട. ഇത് ഒന്നും കൂടി ഇഷ്ടംപോലെ കാണാൻ തോന്നുന്നു. എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരും. ഞങ്ങൾ ശ്രീകാര്യത്ത് നിന്ന് നാട്ടുമ്പുറത്തുനിന്ന് വരെയാണ്. അത്ര നല്ല സിനിമ. ഇത്രയും പ്രായമുള്ള ഞാനൊക്കെ അത് പറയണമെങ്കിൽ കുറേ സിനിമ കണ്ട് നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുന്നു. അത്ര അടിപൊളി സിനിമ. അത് പിന്നെ ആസ്വദിച്ചില്ല. വെള്ളം കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു കിഡ്നി പേഷ്യൻ്റാണ്.
വെള്ളം കൊണ്ടുവന്നിട്ട് കുടിച്ചിട്ടില്ല, കുടിക്കാൻ സമയം കിട്ടിയില്ല, അത് കുടിക്കാൻ തോന്നിയില്ല. അത്ര നല്ല സിനിമ. മോഹൻലാലിനെ സത്യത്തിൽ ഇങ്ങനെ ഒരു സിനിമ നന്നായിട്ടുണ്ട്. സൂപ്പറായിരുന്നു. കൊള്ളാം. നല്ല നമ്മൾ കാണേണ്ട സിനിമയായിരുന്നു. കൊള്ളാം, നല്ല അടിപൊളി. ഇല്ല കരഞ്ഞില്ല. കൊള്ളാം. കിടില സിനിമ. മോഹൻലാലിൻ്റെ അടിയൊക്കെ വിഷയം ഒന്നും പറയില്ല. കിടില സിനിമയാണ്, ഒരു രക്ഷയില്ല. ഒന്നും പറയില്ല, കാരണം 100% സീനാണ്. ലൂസിഫർ 2 കണ്ട്, പിന്നെ തുടരും കണ്ട്. സെറ്റ്